ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1962. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയും ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനുമായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തുടർച്ചയായി 2 പ്രാവശ്യം രാഷ്ട്രപതിയായ ഏക വ്യക്തിയായ അദ്ദേഹം സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ ശിഷ്ടജീവിതം പാട്നയിലെ സദാഖത്ത് ആശ്രമത്തിലാണ് ചെലവിട്ടത്. ഭാരതരത്നം നേടിയ ആദ്യ രാഷ്ട്രപതിയാണ് അദ്ദേഹം. 1884 ഡിസംബർ 3 ബീഹാറിലെ പാട്നയിൽ ജനിച്ചു. സംസ്കൃത പണ്ഡിതനായിരുന്ന മഹാദേവ് സഹായ് പിതാവ്, അമ്മ കമലേശ്വരി ദേവി. 12-ാം വയസ്സിൽ വിവാഹിതനായി. നിയമജ്ഞനായ അദ്ദേഹം ചമ്പാരൻ നീലം കൃഷിക്കാരുടെ സമരം, നിസ്സഹരണ സമരം, ബീഹാർ ഭൂകമ്പ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചു. 1934 1935 കോൺഗ്രസ് സമ്മേളനങ്ങളിൽ അധ്യക്ഷൻ. 1939 സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ടു. 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1950 ജനുവരി 26 മുതൽ 62 മെയ് 13 വരെ അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനം വഹിച്ചു. 1951 മാർച്ച് 4 ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ച ആദ്യ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന കൃതികൾ: ഇന്ത്യ ഡിവൈഡഡ്, ചമ്പാരൻ സത്യാഗ്രഹ കഥ. 1963 ഫെബ്രുവരി 28 അന്തരിച്ചു.